നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നന്ദേട്ടനോട് പറയൂന്ന് പറയും. നിന്നോടല്ലേ പറഞ്ഞത്? ചേച്ചി വിട്. എന്നെ വിട്. പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ച നിന്നെ. താങ്ക്സ്. സാരില്ല. ഹലോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. സന്ധ്യ അവളാ എല്ലാം ചെയ്യിച്ചത്. ഞാൻ നിന്നോട് മുൻപും പറഞ്ഞിട്ടുണ്ട്, ആ സന്ധ്യ നമുക്കൊരു ബാധ്യതയാണെന്ന്. പണ്ട് അവളെ കൊല്ലാനെന്നും പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങി തോറ്റു മടങ്ങിയ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ അവളെ വെറുതെ വിടരുതെന്ന്. അന്ന് നീ അത് നിസ്സാരമായി കണ്ടതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയ ഈ തിരിച്ചടി. ഇനി ആ കബീർ എന്റെയോ നിന്റെയോ പേര് പറഞ്ഞാൽ ഗോവിന്ദ, അതെങ്ങനെന്ന് വെച്ചാൽ പരിഹരിക്കാൻ നോക്ക്. അത് ഞാൻ വിളിക്കാം. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ചേച്ചിയെ മുറിക്കാത്തേറി ഇരിക്കല്ലേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടോ? ഞാനെന്ത് ചെയ്തു? കൂടുതൽ അഭിനയിക്കേണ്ട ചേച്ചി. എനിക്കറിയാം ഇന്ന് ഹോസ്പിറ്റലിൽ നടന്ന സംഭവത്തിന് പിന്നിൽ ചേച്ചി തന്നെയാണെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ വലിച്ചഴിക്കരുത്. ഞാനിതൊന്നും അറിഞ്ഞു പോലുമില്ല. പിന്നെ ഇത് ഞാൻ വിശ്വസിക്കണമെങ്കിലേ ഞാൻ അവന്തികയുടെ അനിയത്തി അനഘ അല്ലാതാവണം. അർച്ചനയെടുത്ത് ട്രീറ്റ്മെന്റിലൂടെ പ്രസവിക്കുമെന്ന് അറിഞ്ഞപ്പോ അത് മുടക്കാനായിട്ടല്ലേ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള തന്ത്രവുമായിട്ട് ചേച്ചി ഇറങ്ങിയത്. ആ കാര്യം ഇവിടത്തെ അച്ഛനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വെച്ച് സത്യം അല്ലാതാവൂലല്ലോ. അനക്കെ, നീ നിർത്ത്. നീ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ തെറ്റിദ്ധരിപ്പിക്കരുത്. തെറ്റിദ്ധാരണയല്ല, ഞാൻ എല്ലാവരോടും എന്റെ സംശയം പറയാൻ പോവാ. അങ്ങനെ ചേച്ചി ഇപ്പൊ എല്ലാത്തിന്നും രക്ഷപ്പെടണ്ട. സമയം അല്പം മാറിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്ന് അറിഞ്ഞോ ചേച്ചിക്ക്? അതിന് ഞാൻ അറിയാത്തൊരു കാര്യത്തിന് നീ എന്തിനാ എന്റെ പേര് വലിച്ചഴിക്കുന്നേ? ചേച്ചി അറിയാത്തൊരു കാര്യമാണെങ്കിൽ അത് എല്ലാവരുടെയും മുന്നിൽ പ്രൂവ് ചെയ്യേ. ഞാൻ എന്തായാലും നന്ദേട്ടനോട് ഇത് പറയാൻ പോവാ. ഞാൻ മര്യാദയ്ക്ക് നിന്നോട് പറയാ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി ഇവിടെ വഴക്കുണ്ടാക്കിക്കരുത്. ഞാൻ നന്ദേട്ടനോട് പറയൂന്ന് പറയും. നിന്നോടല്ലേ പറഞ്ഞത്? ചേച്ചി വിട്. പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ച നിന്നെ. നീ എന്തിനാ അനഘയെ തല്ലാൻ പോകുന്നേ? ഇവള് പറയുന്ന കേട്ടോ നന്ദേട്ടാ, ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നൊക്കെ എന്റെ അറിവോട് കൂടിയാണെന്ന്. ഇവക്ക് സംശയമുണ്ടെന്ന്. ഇവളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സംശയം എനിക്കും ഉണ്ടെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ നീയാണെന്ന് അനഘയേക്കാൾ സംശയം ഈ എനിക്കാ. ഇപ്പൊ അതൊരു സംശയമായി തുടരുന്നതുകൊണ്ടും ആ ഡോക്ടർ നിന്റെ പേര് ഇതുവരെ പറയാത്തതുകൊണ്ടും ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഇതിനകത്ത് ഞാൻ കുഴിച്ചു മൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട. അനഘേ വാ.
നമുക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിലും സാരമില്ല. തനിക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മാത്രം മതി. കുഞ്ഞു വേണമെന്ന വലിയ ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തരുന്നില്ലെങ്കിൽ തരണ്ട. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും മനസ്സ് വിഷമിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം എന്നെക്കാളും സങ്കടം സച്ചേട്ടനാണെന്ന്. കുറച്ചു നാളുകൂടി കഴിഞ്ഞും ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതാവസാനം വരെ ഈ സങ്കടം നമ്മളോടൊപ്പം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, എന്നെ സച്ചേട്ടൻ മറന്നേക്കാൻ. ഞാൻ പണ്ട് സച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, സച്ചേട്ടനൊരു കുഞ്ഞിനെ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ സച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അത് തന്നെയാ ഞാൻ ഇപ്പോഴും പറയുന്നത്. എല്ലാത്തിനും ഞാനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോ പോവും. പോണം. അർച്ചന, അച്ഛനോട് ക്ഷമിക്കണം. സത്യമായും അച്ഛൻ അറിയില്ലായിരുന്നു ആ ഡോക്ടർ ഇങ്ങനത്തെ ഒരാളായിരുന്നു എന്ന്. അതെനിക്കറിയാം അച്ഛ. അച്ഛൻ മനഃപൂർവ്വം ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട. കുറെ നാളായി എന്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ. എന്റെ വിധി ഇങ്ങനെയൊക്കെ ആയതിന് ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.